ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്ര തന്നെ നാടകീയമായ കാര്യങ്ങളാണ് പുറത്ത് നടക്കുന്ന ചർച്ചകളും. ഇപ്പോൾ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ നടക്കുന്ന പ്രധാന ചർച്ചകളിൽ ഒന്നാണ് ജാസ്മിന് ബിഗ് ബോസ് നൽകിയ കത്ത്. കത്തിനുള്ളിൽ എന്താണ് എന്ന് ബിഗ് ബോസ് കാണിച്ചിരുന്നില്ല. അതുപോലെ തന്നെ പ്രസ് മീറ്റ് ടാസ്കിൽ DJ സിബിന്റെ പ്രകടനം എപ്പിസോഡിൽ കാണിക്കാതിരുന്നതും വിമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇത് രണ്ടിനും പിന്നിലും നടക്കുന്നത് ബിഗ് ബോസ് വീടിന്റെ തന്ത്രമാണ് എന്നാണ് ഒരു ആരാധകർ പറയുന്നത്. ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവെച്ച കുറിപ്പിലാണ് ആരാധകന്റെ വിശദീകരണം. ഒരുതരം റിവേഴ്സ് സൈക്കോളജിയാണ് ഇവിടെ നടക്കുന്നത് എന്നും ആരാധകൻ പറയുന്നു. യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് ചെയ്യുന്ന ഒരു ട്രിക്കാണിത്, ഒരുതരം റിവേഴ്സ് സൈക്കോളജി. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സിബിന്റെ ഡിബേറ്റ് ഏഷ്യാനെറ്റ് മെയിൻ എപ്പിസോഡിൽ നിന്നും ഒഴിവാക്കിയെന്നതും ജാസ്മിന് കിട്ടിയ കത്തുമൊക്കെയാണ്. ഇപ്പോൾ ഇത് കാണുന്നവർക്ക് എല്ലാം ഏഷ്യാനെറ്റ് സിബിനെതിരെ ഒരു അൺഫെയർ ആയിട്ടുള്ള കാര്യം ചെയ്തു എന്നും ജാസ്മിനെ ഏഷ്യാനെറ്റ് സപ്പോർട്ട് ചെയ്തു എന്നുമുള്ള ഒരു തോന്നലുണ്ടാക്കും. ജാസ്മിനാണ് ഈ സീസണിലെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. ജാസ്മിനെയും ഗബ്രിയെയും ഏഷ്യാനെറ്റ് ഫേവർ ചെയ്യുന്നു എന്ന ഒരു തോന്നൽ അവർ വെളിയിലുണ്ടാക്കും. ജാസ്മിനെ വീട്ടിൽ നിന്നും ഫോൺ വിളിച്ച കേസ്, സായി വന്ന പുറത്തെ കാര്യം പറഞ്ഞ കേസ്, ജാസ്മിന് മാത്രം ഇന്നലെ കിട്ടിയ ഒരു നോട്ട്, ഇതെല്ലാം വെളിയിൽ ചർച്ചയാകും. ഇത് സിബിനെ സപ്പോർട്ട് ചെയ്യുന്ന ജാസ്മിനെ എതിർക്കുന്ന ആൾക്കാരിൽ ഇതൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. ജാസ്മിനോടുള്ള ഹെയ്റ്റ് 10 മടങ്ങ് വർദ്ധിക്കും. ജാസ്മിനെ കൂടുതൽ സൈബർ അറ്റാക്കിന് വിട്ടുകൊടുക്കും. ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ചില ആൾക്കാരുടെ വെളിയിലെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന കാര്യമാണ് ചാനൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ TRPക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ചാനലിന്റെ പ്രവർത്തികളാണ് യഥാർത്ഥ ടോക്സിസിറ്റി. അതിനെയാണ് എതിർക്കേണ്ടത്. യഥാർത്ഥത്തിൽ ബിഗ് ബോസ് എന്ന ഗെയിം ഒരേ സമയം ഒരു സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റും ഒരു സോഷ്യൽ എക്സ്പെരിമെന്റുമാണ്. കളി കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവരെല്ലാം മാനിപ്പുലേറ്റ് ആയി പോകുകയാണ് ചെയ്യുന്നത് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. സിബിനടക്കം 6 പേരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നത്. പൂജ കൃഷ്ണ, സായി കൃഷ്ണ, അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയ്ദീപ് എന്നിവരാണ് മറ്റ് വൈൽഡ് കാർഡ് എൻട്രികൾ. ഇതിനോടകം തന്നെ ഗെയിം ചേഞ്ചേഴ്സായി മാറാൻ ഇവരിൽ പലർക്കും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ടാസ്കിലും തന്റെ സംസാരത്തിലൂടെയുമെല്ലാം വ്യക്തമായ മുൻതൂക്കം നേടിയെടുക്കാൻ സിബിന് സാധിച്ചിട്ടുണ്ട്. ജാസ്മിനെയും ഗബ്രിയെയും തന്റെ വാക്ചാതുര്യം കൊണ്ട് പിന്നിലാക്കാനും സിബിന് സാധിച്ചിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.